കുറ്റ്യാടി മണ്ഡലത്തിൽ പരാജയ ഭീതിയിൽ സിപിഎം വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്താൻ ശ്രമം നടത്തുന്നതായി യുഡിഎഫ് നേതാക്കൾ. പ്രതിഷേധവുമായി യുഡിഎഫ് നേതാക്കൾ ആർഡി ഓഫീസിലെത്തി. കുറ്റ്യാടി മണ്ഡലത്തിലെ പരാജയഭീതി മൂലം സിപിഎം വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടത്തുന്നതോടൊപ്പം തന്നെ ബൂത്തുകളിൽ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമവുമാണ് ഇതിന് പിന്നിലെന്നും യുഡിഎഫ് നേതാക്കൾ ആരോപിച്ചു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു മുഖ്യ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് നൽകിയ പരാതിയുടെ മേൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ കൂട്ടത്തോടെ വോട്ടർമാരുടെ വോട്ട് നിഷേധിക്കാനുള്ള ശ്രമത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ യാതൊരു കാരണവശാലും കൂട്ടുനിൽക്കരുത് യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേട് നടക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ ഇവിടെ നടക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ BLOമാരെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPMന്റെ ഒരു പരാതി എല്ലാ ബൂത്തുകളിൽ നിന്നും കൊടുത്ത് അത് വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാർ മാറ്റുവാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിനെതിരെ RDOവിനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും പരാതി നൽകാനാണ് ഞങ്ങൾ വന്നത്. അതാണ് അതിന് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ വില്യാപ്പള്ളി, ആയഞ്ചേരി, വേളം, കോട്ടപ്പള്ളി, മണിയൂര്, പാലയാട്, കുറ്റ്യാടി എന്നീ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും കുറെ ബൂത്തുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ആ ബൂത്തുകളിലുള്ള വോട്ടർമാരെ ASD ലിസ്റ്റിൽ പെടുത്തേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഈ 11ാം മണിക്കൂറിൽ സാധാരണയില്ലാത്ത രീതിയിൽ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന ശ്രമത്തിന് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ ആരംഭിക്കുവാനുള്ള ശ്രമം ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തുണ്ടായതാണ്. ഇത്തരമൊരു ലെറ്റർ, ഒരു കത്ത് BLOമാർക്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഈ സാഹചര്യത്തിൽ ഇല്ല. ഇലക്ടറൽ രജിസ്റ്റർ ഓഫീസറാണ്, റവന്യൂ ഡിവിഷൻ ഓഫീസറാണ് ഈ കത്ത് BLOമാർക്ക് കൊടുത്തത്. BLOമാർക്ക് കൊടുത്ത കത്തിൽ കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിലെ പട്ടികയിൽ സ്ഥിരതാമസമല്ലാത്ത വോട്ടർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന പരാതിയുണ്ട്. ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കണമെന്ന ഈ പരാതി കൊടുത്തത് CPIM കുറ്റ്യാടി നിയോജകമണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പോ ഏകദേശം ഇവിടെ തന്നെ 55ഓളം ബൂത്തുകളിൽ ഇത് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ കൊടുത്ത ആ വോട്ടർ പട്ടികയിലെ ആളുകൾ ഓരോ ബൂത്തിലും 20ഉം 25ഉം ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുവാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച് 2 ദിവസം കൊണ്ട് RDOവിന് റിപ്പോർട്ട് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വ്യാപകമായ ഒരു ക്രമക്കേടിന്റെ പ്രാരംഭ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. CPIMന്റെ കുറ്റ്യാടി മണ്ഡലം സെക്രട്ടറി ഷൈജു എന്ന് പറയുന്ന ആള് കൊടുത്തിട്ടുള്ള പരാതി, ആ പരാതിയാണ് ഉത്തരവാദപ്പെട്ട BLOമാർക്ക്, ഇതിലുള്ള കുറ്റ്യാടി മണ്ഡലം സെക്രട്ടറി എന്നാണ് BLOമാർക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ തെറ്റാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുത്ത പരാതി ആ പാർട്ടിയുടെ ലെറ്റർ ഹെഡില് അങ്ങനെ തന്നെ ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള BLOമാർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, CPMന്റെ താല്പര്യം ഇതാണ് എന്ന് CPM അനുഭാവികളായിട്ടുള്ള BLOമാർക്ക് തിരിച്ചറിയാനുള്ള അവസരമുണ്ട്. കാരണം CPMന്റെ കമ്മിറ്റി കൊടുത്ത തീരുമാനപ്രകാരമാണ് കൊടുത്തിട്ടുള്ളത്. 2, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളൊക്കെ നൊച്ചാട് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് വർഷം വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയില്ല. 7ാം നമ്പർ ഫോമിൽ കൊടുത്താൽ പോലും നീക്കം ചെയ്യുകയില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ള ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശമുണ്ട്. ഫൈനൽ ഇന്നിപ്പോ വളരെ കൃത്യമായി മീഡിയയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന് വോട്ടർ പട്ടികയുടെ ഫൈനൽ ലിസ്റ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചു. ഇന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് കോപ്പി തരുമെന്ന് പറഞ്ഞാണ്. ഇപ്പൊ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ലെറ്റർ ഹെഡിൽ ഇവിടെ സമീപിച്ച പറയുന്നത് 2 ദിവസം കഴിഞ്ഞേ തരുമെന്നുള്ളതാണ്. അതെന്താണ് അതറിയണം. ഇതുവരെ SIRന്റെ ഫൈനൽ ലിസ്റ്റും അതുപോലെയുള്ള എല്ലാ പട്ടികയും പ്രസിദ്ധീകരിച്ച തൊട്ടടുത്ത ദിവസം ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് കോപ്പി ലഭ്യമാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് മാത്രമല്ല 2 ദിവസം എന്തിനകത്ത് 2 ദിവസം താമസിപ്പിക്കുന്നത്. അപ്പൊ ഈ അപേക്ഷയും 2 ദിവസം ഞങ്ങൾക്ക് പട്ടിക തരാൻ എടുക്കുന്ന സമയവും ഇതിൽ എന്ത് തരത്തിലുള്ള ക്രമക്കേട് നടക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി 35-40 വരെ വോട്ടർമാരുടെ ലിസ്റ്റ് BLOമാർക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാ BLOമാർക്കും കിട്ടിയ ലിസ്റ്റിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. CPMന്റെ അപ്പോൾ ബഹുമാന്യ ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചതാണ്. ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കും. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള കൃത്യമായ CPMന്റെ
ഈ ഭരണകൂടത്തിന്റെ ശ്രമമാണ്. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ പരാജയ ഭീതി പൂണ്ട, ഒരു കാരണവശാലും വിജയിക്കില്ല എന്ന് ഉറപ്പുള്ളവർ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരെ അവരുടെ വോട്ടവകാശം നിഷേധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇതിനെ രാഷ്ട്രീയമായി ഞങ്ങൾ നേരിടും. ഇതിന് വേറൊരു പ്രത്യാഘാതം കൂടിയുണ്ട്. കാരണം ഇത് ഞാൻ ഒരു വോട്ടർ എന്നുള്ളതിലേക്ക് ബൂത്തിന് വോട്ട് ചെയ്യാൻ ചെന്നാല് വോട്ടർ പട്ടികയിൽ പേരില്ല, നിങ്ങളുടെ പേരില്ല എന്ന് പറയുമ്പോൾ ബൂത്തിൽ സംഘർഷം ഉണ്ടാക്കും. അപ്പൊ മനഃപൂർവ്വമായി നിയോജക മണ്ഡലത്തിൽ മുഴുവൻ ബൂത്തുകളിലും സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു ഗൂഢാലോചന കൂടി ഇതിന്റെ പിന്നിലുണ്ട്.